ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിയാറ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് മലയാറ്റൂർ യാത്രയാണ്. ഇവിടുത്തെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ തോമസ് ലീഹയുടെ പള്ളിയാണ് ഇവിടെ മലയാറ്റൂരുള്ളത്. അപ്പോൾ തോമസ് ലീഹ ഈശോൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാൾ. ഇവിടെ നമ്മൾ തോമസ് ലീഹയുടെ മധ്യസ്ഥം അപേക്ഷിക്കുന്ന പോലെ മലയുടെ മുകളിൽ തോമസ് ലീഹയുടെ കാൽപ്പാടുകളുണ്ട്. അപ്പോൾ ആ കാൽപ്പാടുകൾ കാണാൻ നമ്മൾ മല കയറുന്നുണ്ട്. അപ്പോൾ മല കയറുന്നതോടൊപ്പം നമ്മൾ കുരിശും എടുക്കുന്നുണ്ട്. അപ്പോൾ കുരിശെടുക്കുമ്പോൾ നമുക്കൊരു നേർച്ച പോലെയാണ് എല്ലാവരും കുരിശെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. താഴ്വാരത്തു നിന്ന് നമ്മളിങ്ങനെ നടന്ന് കയറുകയാണ്. നമുക്ക് ഇവിടെ കുറേ കടകളും ഇതെല്ലാം കാണാം. നമ്മൾ മല കയറാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അപ്പം നമ്മളിത് പകലാണ് കയറുന്നത്. അപ്പം നമ്മൾ കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കുറേ പേര് നമുക്ക് മുന്നേ കയറി ഇറങ്ങിയവരുണ്ട്. അപ്പം നമ്മൾ ഏകദേശം താഴ്വാരത്ത് എത്തിയിട്ടുണ്ട്. കുറേ നടന്ന് താഴ്വാരത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഒരു തോമസ് ലീഹൻ്റെ ഒരു ചെറിയ ഗ്രോട്ടോ ഉണ്ട്. ആ ഗ്രോട്ടോയിൽ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് മുത്തപ്പനോടൊന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇതാണ് ഗ്രോട്ടോ. ഇവിടെ തിരി കത്തിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ മല കയറാനുള്ള യാത്ര തുടങ്ങുകയാണ് ഇവിടെ. അപ്പം നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും കുറേ പേര് യാത്ര കഴിഞ്ഞ് കയറിയിട്ട് ഇറങ്ങിയവരുണ്ട്, കയറാൻ പോകുന്നവരുണ്ട്. ഈ ഓശാന ഞായർ തുടങ്ങി ദുഃഖവെള്ളി ഈസ്റ്റർ വരെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. കാരണം ഒരു വിശ്വാസം എന്ന നിലയിൽ എല്ലാവരും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ കയറാൻ പോവാണ്. നമുക്ക് നോക്കുമ്പോൾ കാണാം കുറേ കല്ലുകളൊക്കെ ഉണ്ട്. ഇപ്പം മഴ പെയ്തിരിക്കുന്നതുകൊണ്ട് കല്ലും മണ്ണൊക്കെ ഒന്ന് നനഞ്ഞായിരിക്കുന്ന. കയറുമ്പോൾ സൂക്ഷിച്ച് കയറണം, അല്ലെങ്കിൽ നമ്മുടെ കാല് വഴുതി നമ്മൾ വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ വടി വേണമെന്നുണ്ടെങ്കിൽ വടിയൊക്കെ കിട്ടും. നമുക്ക് താഴ്വാരത്ത് വടിയൊക്കെ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ അടിവാരത്താണ്. നമുക്കിനി മുകളിലേക്ക് കയറി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വളഞ്ഞ് വേണം കയറാൻ. നേരെ കയറിക്കഴിഞ്ഞാൽ നമ്മൾ വീഴാൻ സാധ്യതയുണ്ട്. നമ്മൾ വളഞ്ഞ് വേണം കയറാൻ. മഴ പെയ്തിരിക്കുന്നത് കാരണം മണ്ണെല്ലാം നനഞ്ഞ് കുതിർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കയറില്ലെങ്കിൽ തെന്നി വീഴും. അപ്പോൾ നമുക്ക് നോക്കിയാൽ എല്ലാവരും വിശ്വാസത്തോടെ മുത്തപ്പനെ വിളിച്ചിട്ടാണ് എല്ലാവരും കയറുന്നത്. നമ്മൾ മുത്തപ്പനെ വിളിച്ചിട്ടാണ് കയറുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് സ്റ്റേഷനിലേക്ക് കയറാൻ തുടങ്ങുന്നേ ഉള്ളൂ. നമുക്കിവിടെ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ഉണ്ട്. ആ പ്ലെയിൻ ഏരിയ നടക്കാൻ ഇപ്പോൾ സുഖമാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ കല്ലൊക്കെ ഉള്ള ഏരിയ ആണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തുടങ്ങിയാണ് ചെങ്കുത്തായ കയറ്റം. അത് നമ്മൾ കുറച്ച് പെടാപ്പാട് വിടുമെങ്കിലും നല്ല രസമാണ് കയറാൻ. അപ്പോൾ നമ്മുടെ യാത്ര നമ്മളൊന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണും വിശ്വാസികൾ കുരിശൊക്കെ എടുത്തിട്ട് കയറുന്നുണ്ട്. പിള്ളേരൊക്കെ ചെറിയ കുരിശൊക്കെ എടുത്ത് കയറുന്നുണ്ട്. അവരുടെ നേർച്ചയാണിത്. വചനം ഏകാൻ വന്ന താതന്റെ തൃപ്പാദം വണങ്ങുന്നു, ചുംബിക്കുന്നു ഭക്തജനങ്ങൾ മുത്തപ്പോ പൊന്നും കുരിശു മുത്തപ്പോ. തിരുവചനം ഏകാൻ വന്ന താതന്റെ തൃപ്പാദം വണങ്ങുന്നു, ചുംബിക്കുന്നു ഭക്തജനങ്ങൾ മുത്തപ്പോ പൊന്നും കുരിശു മുത്തപ്പോ. പൊന്നും കുരിശു മുത്തപ്പോ പൊന്മലകേറ്റം. പൊന്നും കുരിശു മുത്തപ്പോ. നമുക്കിവിടെ നോക്കുമ്പോൾ വലിയ കുരിശുകൾ കാണാൻ പറ്റും. അത് ഓരോ വിശ്വാസികൾ വലിയ കുരിശൊക്കെ എടുത്ത് കയറുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെ നേർച്ചയാണ് ഇതൊക്കെ. അപ്പം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കയറാൻ പോകുന്നത് ചെങ്കുത്തായ കയറ്റമാണ്.
നമുക്ക് വടികൾ വേണമെങ്കിൽ അവിടെ വടികളൊക്കെ അവൈലബിൾ ആണ് നമുക്ക് കുത്തി നടക്കാനായിട്ട്. നമുക്ക് നോക്കിയാൽ കാണാം കുറേ ഭക്തജനങ്ങൾ അങ്ങോട്ട് കയറുന്നവരുമുണ്ട്, കഴിഞ്ഞിറങ്ങുന്നവരുമുണ്ട്. എല്ലാവരും മുത്തപ്പനെ വിളിച്ചിട്ടാണ് കയറുന്നത് ഇറങ്ങുകയും ചെയ്യുന്നത്. നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ചില സ്ഥലത്ത് സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ സ്റ്റെപ്പ് കയറുന്നത് ഈ കല്ലിനെ ഇങ്ങനെ മല കയറുന്നതിനേലും ഭയങ്കര പാടായിരിക്കും. ഇപ്പോൾ നമുക്ക് കല്ലിലൂടെ കയറി പോകുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. സ്റ്റെപ്പ് കയറാൻ അത് ഇഷ്ടമുള്ളവർക്ക് സ്റ്റെപ്പ് കയറി പോവാം, അല്ലാത്തവർക്ക് ഇങ്ങനെ കല്ലിലൂടെ കയറി സുഖമായിട്ട് പോകാവുന്നതാണ്. നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് മടുത്തിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് കല്ലുകൾ ഒക്കെ ഉണ്ട്, നമുക്ക് അവിടെ ഇരിക്കാം. നമുക്ക് നോക്കിയാൽ കാണാം എല്ലാവരും കുറേ പേരൊക്കെ നടന്ന് ക്ഷീണിച്ചവർ അവിടെ കല്ലുമ്മ ഇരിപ്പുണ്ട്. പിന്നെ ഓരോ സ്റ്റേഷനിൽ അവിടെയും വെള്ളം കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മല കയറും തോറും നമുക്ക് തലയ്ക്ക് പ്രഷർ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്റ്റേഷനിൽ നിന്നും വെള്ളം മേടിച്ച് തലയ്ക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രഷർ ഒന്ന് കുറഞ്ഞു കിട്ടും. നമ്മൾ അവിടുത്തെ ആ ഒരു ഹൈറ്റ് കൂടുന്തോറും പ്രഷർ കുറയുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ആ ഒരു ബുദ്ധിമുട്ട് കുറയാനാണ് നമ്മൾ തലയിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇത്രയും കയറി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഒന്നാമത്തെ സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. ഒന്നാമത്തെ സ്റ്റേഷനിൽ എത്താനാണ് കുറച്ച് പാട്. ഒന്നാമത്തെ സ്റ്റേഷനിലൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ ഒരു പകുതിയോളം മല കയറി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെയുള്ള 14 സ്റ്റേഷൻ അത് പെട്ടെന്ന് തീർന്നോളും. നമുക്ക് ക്ഷീണം തോന്നുന്നിടത്ത് നമുക്ക് അവിടെ ഇരിക്കാവുന്നുള്ള സൗകര്യമൊക്കെ ഉണ്ട്, കല്ലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കല്ലിൻ്റെ മുകളിൽ കയറി ഇരിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട്. മൊത്തം 15 സ്റ്റേഷൻസാണുള്ളത്. ഒന്നാമത്തെ സ്റ്റേഷൻ മാത്രമാണ് കുറച്ച് പാടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് എത്തും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാം. അവിടെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി രണ്ടാമത്തെ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ഇതിലാണ്. നമുക്കവിടെ വെള്ളം വേണമെങ്കിൽ ടാങ്കിലെല്ലാം വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വെള്ളം കുടിക്കാവുന്നതാണ്. ഇത് മലപ്രദേശം ആയതുകൊണ്ട് നമുക്ക് ആന എല്ലാം ഇവിടെ ഇറങ്ങാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുമ്പിൻ്റെ വെയിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ആന ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് നമുക്കിവിടെ സേഫാണ്. നമുക്ക് പോകുന്ന വഴിയിലെല്ലാം പാട്ടുപാടിയും മുത്തപ്പോന്ന് വിളിച്ചിട്ട് പോവാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റേഷൻ കഴിഞ്ഞ് നടന്ന് ഇപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേഷനിൽ വെച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ സ്റ്റേഷൻ ഭയങ്കര അടുത്താണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മൂന്നാമത്തെ സ്റ്റേഷനിലേക്ക് പോകാം. അവിടെ നമുക്ക് മഴ പെയ്തിരിക്കുന്ന ഭയങ്കര തെന്നലായിരിക്കും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം പോകാൻ. നമ്മുടെ ഒന്നാമത്തെ സ്റ്റേഷൻ കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റേഷൻ കഴിഞ്ഞ് ഇനി നമുക്കുള്ളത് 13 സ്റ്റേഷനാണ്. ഈ 13 സ്റ്റേഷൻസും വേഗം കഴിയും. കാരണം എല്ലാം അടുത്താണ്. നമുക്ക് ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ തന്നെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്ന അടുത്താണ്. നമുക്ക് അറിയാം കുഞ്ഞു പിള്ളേർ മുതൽ വയസ്സായവർ വരെ ഈ മല കയറുന്നുണ്ട്. മുത്തപ്പനെ വിളിച്ചിട്ടാണ് കയറുന്നത് ഓരോരുത്തർ. നമ്മളിപ്പോൾ ഏകദേശം മൂന്നാമത്തെ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്.
ഇവിടെ വെള്ളത്തിനായിട്ട് ടാങ്ക് വെച്ചിട്ടുണ്ട്, നമുക്ക് കുടിക്കാമെന്നാണ് അവിടുന്ന് വെള്ളം. നമ്മൾ 3ാമത്തെ സ്റ്റേഷൻ എത്തി. മൂന്നാമത്തെ സ്റ്റേഷനിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് പുറപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ സ്റ്റെപ്പുകളാണ് കാണുന്നത്. സ്റ്റെപ്പ് അല്ലാതെ കല്ലുകളുണ്ട്. കല്ലുകൾ ആ വഴിയുള്ളവിടെ കയറാനാണ് സുഖം. 3ാമത്തെ സ്റ്റേഷനിൽ 4ാമത്തെ സ്റ്റേഷൻ വളരെ അടുത്താണ്. ഞാൻ പറഞ്ഞില്ല, 1ാമത്തെ സ്റ്റേഷനിൽ കയറാനാണ് കുറച്ച് പാട്. പിന്നെയുള്ള 14 സ്റ്റേഷനുകളും അടുത്തടുത്താണ്, നമുക്ക് കാണാവുന്ന ദൂരത്തുള്ളൂ ബാക്കിയതെല്ലാം. അപ്പോൾ അങ്ങനെ നമ്മൾ 4ാമത്തെ സ്റ്റേഷനിലെത്തി. 4ാമത്തെ സ്റ്റേഷനിൽ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് മുത്തപ്പനെ വിളിച്ച് നമ്മൾ കയറാണ്. അങ്ങനെ നമ്മൾ 5ാമത്തെ സ്റ്റേഷനിലേക്ക് നമ്മൾ കയറി തുടങ്ങി. നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഓരോ രാവിലെ തന്നെ എത്ര പേരാണ് കയറുന്നത്. അങ്ങനെ ഓരോ മിനിറ്റിലും ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ മല കയറുന്നത്. തന്നെ കയറുന്ന അതേ അളവിൽ തന്നെ ആൾക്കാർ താഴേക്ക് ഇറങ്ങുന്നവരുണ്ട്. നമുക്കിവിടെ വെള്ളം നിറയ്ക്കാം. കുപ്പിയിൽ വെള്ളം കൊണ്ടുവരാണെങ്കിൽ വെള്ളം കുടിക്കാൻ കുപ്പി നിറയ്ക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. വല്ല വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കുടിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ 8ാമത്തെ സ്റ്റേഷൻ എത്തി. നമ്മളിനി 8ാമത്തെ സ്റ്റേഷനിൽ പ്രാർത്ഥിച്ചിട്ടാണ് കയറുന്നത്. നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ 8ാമത്തെ സ്റ്റേഷനിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം 9ാമത്തെ സ്റ്റേഷൻ തൊട്ടടുത്താണ്. നമ്മൾ 9ാമത്തെ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും 9ാമത്തെ സ്റ്റേഷൻ. അപ്പോൾ 9ാമത്തെ സ്റ്റേഷൻ വളരെ അടുത്താണ്. അപ്പോൾ നമുക്ക് കയറാം. നമുക്കിവിടെ ഓരോ സ്റ്റേഷനിലും വൈദ്യുതി കത്തിച്ച് വെക്കാൻ പറ്റും. നമ്മൾ 9ാമത്തെ സ്റ്റേഷനിലെത്തി. നമുക്കിനി അവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ബാക്കി പോവാം.
നമ്മളെ 9ാമത്തെ സ്റ്റേഷൻ കഴിഞ്ഞു. നമുക്കിനി 10ാമത്തിലേക്ക് കടക്കാം. നമുക്ക് കാണുമ്പോൾ നമ്മൾ കയറുന്നത് പോലെ തന്നെ അതിന് 2 ഇരട്ടി ആൾക്കാർ തിരിച്ചിറങ്ങുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായ പ്രായമായിട്ടുള്ളവർ വരെ ഇറങ്ങുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ കഴിയും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം മുത്തപ്പനെ വിളിച്ചാണ് എല്ലാവരും കയറുന്നതും ഇറങ്ങുന്നതും എല്ലാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ചെറുതായിട്ട് 10ാമത്തെ സ്റ്റേഷൻ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അവിടെ തന്നെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമുണ്ട്. നമുക്കതിൻ്റെ സൈഡിൽ തന്നെ സ്റ്റെപ്പും ഉണ്ട്. സ്റ്റെപ്പ് കയറാൻ ഇഷ്ടമുള്ളവർക്ക് സ്റ്റെപ്പ് വഴി കയറാം. അതല്ല കല്ല് പിടിച്ച് കയറാനുള്ളവർക്കാണെങ്കിൽ കല്ലിൽ കയറാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് 10ാമത്തെ സ്റ്റേഷൻ. അവിടെ തന്നെ നമുക്ക് കയറുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കാണാൻ നമുക്ക് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മുമ്പിലേക്ക് പോകാം. നമുക്കിവിടെ വളഞ്ഞും തിരിഞ്ഞും വേണം പോകാൻ, അല്ലെങ്കിൽ നമ്മൾ വീഴും. അപ്പോൾ നമ്മൾ 10ാമത്തെ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് മുമ്പിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ 10ാമത്തെ സ്റ്റേഷൻ. അപ്പോൾ നമുക്കിനി 11ാമത്തെ സ്റ്റേഷനിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിവിടെ കുറേ പേര് ഇറങ്ങുന്നതും കയറുന്നതെല്ലാം കാണാം. അപ്പോൾ ഇവിടെ മരത്തിൻ്റെ വേര് നന്നായിട്ട് വളർന്ന് ഗ്രൗണ്ടിലായിട്ടിരിക്കുന്നത് കാരണം നമ്മൾ സൂക്ഷിച്ച് കയറില്ലെങ്കിൽ കാലിൽ തട്ടിയിട്ട് വീഴും. അപ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ പകുതിയോളം ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇവിടെ നിന്ന് തന്നെ 11ാമത്തെ സ്റ്റേഷൻ കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ട് 11ാമത്തെ സ്റ്റേഷനിലേക്ക് പോവാം. നമുക്കിവിടെ കാണാം വന്യമൃഗങ്ങളൊക്കെ ഇങ്ങോട്ട് കയറാണ്ടിരിക്കാൻ വേണ്ടി ഇരുമ്പിൻ്റെ വേലി കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 11ാമത്തെ സ്റ്റേഷനിലെത്താറായി. ഇനി കുറച്ചും കൂടി നമുക്കുള്ളൂ. നമുക്ക് അവിടെ പോയിട്ട് തിരി കത്തിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് വടി താഴ്ന്ന് എടുത്തിട്ട് കുത്തി നടക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ 11ാമത്തെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ തിരി കത്തിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ 11ാമത്തെ സ്റ്റേഷനിൽ നിന്ന് 12ാമത്തെ സ്റ്റേഷനിലോട്ട് നടന്ന് കയറാൻ പോവുകയാണ്. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കുറേ സ്റ്റാളുകളുണ്ട്. നമുക്ക് വെള്ളമോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിച്ച് കുടിക്കാവുന്നതാണ്. നമ്മൾ നോക്കി നടക്കണം. അതല്ലെങ്കിൽ ഈ മരത്തിൻ്റെ വേരുകൾ നമ്മുടെ കാലിൽ കുടുങ്ങി നമ്മൾ വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു പ്രകൃതി രമണീയമായൊരു കാഴ്ച തന്നെ നമുക്ക് രാവിലെ തന്നെ കാണാവുന്ന ഒരു ഇതാണ്. അങ്ങനെ നമ്മൾ 12ാമത്തെ സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട്. നമ്മൾ 12ാമത്തെ സ്റ്റേഷനിലെത്തി. നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇനി 13ാമത്തെ സ്റ്റേഷനിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഏകദേശം ഈ മലേൻ്റെ മുക്കാൽ ഭാഗത്തോളം നടന്ന് കയറിക്കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചും കൂടി ഉള്ളൂ. നമ്മൾ 13ാമത്തെ സ്റ്റേഷനിലോട്ട് നമ്മൾ നടന്ന് കയറാൻ പോവുകയാണ്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കയറുന്നത് പോലെ തന്നെ ആൾക്കാർ ഇറങ്ങുന്നവരുണ്ട്. പിന്നെ ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓടിച്ചാടി ഇറങ്ങരുത്. ഇറങ്ങുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഇറങ്ങണം, അല്ലെങ്കിൽ തെന്നി വീഴും. നമുക്ക് ഇവിടെ നോക്കിയ സ്റ്റാളുകൾ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് വന്ന് വെള്ളമോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മേടിക്കാവുന്നതാണ്. പിന്നെ മേളിൽ ചെന്നാൽ നമുക്ക് ചുക്ക് കാപ്പിയും ഇതൊക്കെ കിട്ടുന്നതായിരിക്കും, ബണ്ണൊക്കെ കിട്ടുന്നതായിരിക്കും. അത് നമുക്ക് താങ്ങാവുന്ന വിലയിലാണ് കിട്ടുന്നത്.
അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട്. നമുക്ക് താഴേക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നമ്മൾ മല മുക്കാലല്ല അതിനും കൂടുതൽ ഭാഗത്തോളം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചും കൂടി മല കയറാനുള്ളൂ. സ്റ്റെപ്പുകളുണ്ട്, നമുക്കപ്പോൾ സ്റ്റെപ്പിലൂടെ കയറാം. അങ്ങനെ നമ്മൾ 13ാമത്തെ സ്റ്റേഷനിലെത്തി. നമ്മളിനി പ്രാർത്ഥിച്ചിട്ട് കയറാണ്. നമ്മൾ 14ാമത്തെ സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. നമുക്ക് വലിയ വൃക്ഷങ്ങളുടെ ഒരു വേരുകളുടെ ഒരു നെറ്റ്വർക്ക് തന്നെ കാണാൻ പറ്റും. ഈ വേരുകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എത്ര ഉയരത്തിൽ പോയാലും നമ്മൾ ഭൂമിയോളം താഴ്ന്നാണ് ഈ മരങ്ങളുടെ വേരുകൾ പോയിരിക്കുന്നത്. ബേസ്മെൻ്റ് ഉണ്ട് ഈ മരങ്ങൾക്കെല്ലാം. അങ്ങനെ നമ്മൾ 14ാമത്തെ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ 14ാമത്തെ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് താഴേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും നമ്മൾ നടന്നു വന്ന വഴികളും ആ മുക്കാ ഭാഗം ഏകദേശം നമ്മൾ തീരാറായിട്ടുണ്ട്. ഈ മലേൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട് നമ്മളിപ്പം. അങ്ങനെ നമ്മൾ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കുമ്പോൾ വലിയ വലിയ കുരിശുകൾ കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ നേർച്ചേൻ്റെ ഭാഗമായിട്ട് ഓരോരുത്തരും കുരിശ് വെച്ചിട്ടുണ്ട്. കുരിശ് മലയിൽ ചുമന്ന് കയറ്റി വെച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുകളിലെത്തി. നമ്മൾ മുത്തപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മളിനിയിപ്പം പോകുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ കുറേ കുരിശുകൾ കാണാം. അത് ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കുറേ പേര് കൂടിച്ചേർന്ന്, യൂത്തുകൾ, പള്ളികൾ എല്ലാവരും കൂടിച്ചേർന്ന് കുരിശ് മലയിൽ കൂടെ കൊണ്ടുവന്നേക്കുന്നതാണ് എല്ലാവരും. അപ്പം നമ്മൾ മുത്തപ്പൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മൾ എന്നിട്ട് മാർത്തോമ മണ്ഡലത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഇവിടെ നമുക്ക് നേർച്ചയുണ്ട്. നമുക്ക് നേർച്ച ഇവിടെ നേർച്ച വയ്ക്കാവുന്നതാണ്. പിന്നെ നേർച്ച നമുക്ക് കഴിക്കാവുന്നതാണ് അവിടെ. അപ്പോൾ നമ്മൾ മല കയറി മുത്തപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. നമ്മളിനി ഇവിടെ കുമ്പസാരത്തിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. നമുക്ക് കുമ്പസാരിക്കണമെന്നുണ്ടെങ്കിൽ മല കയറി വന്ന് കുമ്പസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുമ്പസാരിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് ചുക്ക് കാപ്പി, ബണ്ണ്, 7up, പെപ്സി എല്ലാം കിട്ടുന്നതായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ചുക്ക് കാപ്പി കുടിക്കുന്നതായിരിക്കും ഭേദം. നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാൻ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പം നമുക്കിവിടെ നടന്നു കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിച്ച് പിന്നെ ചുക്കാപ്പി ഇതൊക്കെ മേടിച്ച് വന്നിട്ട് ഇവിടെ ഇരിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ താഴേക്ക് നോക്കിയാൽ നമുക്ക് അതിമനോഹരമായ മോർണിംഗ് സീനറി എന്ന് പറയുന്ന പോലെ
പ്രകൃതിയെ അതിമനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. പറയാൻ പറ്റാത്തത്ര രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഇവിടെ പ്രകൃതിയെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടെ തന്നെ ഒരു ചെറിയ പള്ളിയുണ്ട്. പണ്ട് പണിതൊരു പള്ളിയാണ്. ആന കുത്തിയിട്ട് പോലും അറിയാത്തൊരു പള്ളിയാണ്. അതിപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. ആന കുത്തി അതിൻ്റെ ഇതൊക്കെ പോയി എന്നിട്ടും മറിഞ്ഞിട്ടില്ല. ഇപ്പം അതവിടെ ചില്ലിട്ട് വെച്ചേക്കാണ്. ആന കുത്തിയ പള്ളി എന്നാണ് ഇതിൻ്റെ പേര്. നമുക്കിവിടുന്ന് നോക്കിയാൽ തന്നെ നമ്മുടെ താഴ്വാരത്തെ പള്ളി എല്ലാം ഇവിടുന്ന് അതിമനോഹരമായിട്ട് കാണാൻ പറ്റും. ഇവിടെ നോക്കി നമുക്കൊരു പള്ളി കാണാം. ആ പള്ളിയിൽ വെള്ളിയാഴ്ചകളിൽ മുഴുവൻ നേരം ആരാധനയും കുർബാനയും ഉണ്ടാവുന്നതായിരിക്കും. നമുക്ക് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാം. പിന്നെ നമുക്കിവിടെ നോക്കി ഒരു കിണർ കാണാം. ഉറവ പറ്റാത്തൊരു കിണർ. എല്ലാവരും അതിൽ ചില്ലറ പൈസ ഇടുന്നുണ്ട്. അവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്, ചില്ലറ പൈസ ഇവിടെ ഇതിലിടരുതെന്ന്. നമ്മൾ ഇടാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ നമുക്കിവിടെ ഒരു പള്ളിയുണ്ട്. പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാം. ഇവിടെ നമുക്ക് കുരിശുണ്ട്. കുരിശിൻ്റെ അവിടെ പോയി നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാണ്. ഈ പള്ളിയിലാണ് ഫുൾ ടൈം കുർബാന നടക്കുന്നത്. കുർബാനയും കൊന്തയും ഈ പള്ളിയിൽ നടക്കുന്നുണ്ട്. നമുക്ക് മരങ്ങളിൽ നോക്കിയാൽ കാണാൻ പറ്റും ചെറിയ കുരിശ്, വലിയ കുരിശ്, പലതരത്തിലുള്ള കുരിശുകൾ ഇവിടെ വെച്ച് സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഈ കുരിശ് ചുമന്ന് കയറി ഇവിടെ പുണ്യാളന് സമർപ്പിച്ചേക്കുന്നതാണ്. ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഈ മലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തോമാസ് ലീഹായുടെ കാല് പതിഞ്ഞ ഒരു മലയാണിത്. നമുക്ക് ഈ കാല് പതിഞ്ഞേക്കുന്നത് അവിടെ ഒന്ന് പോയി കാണാം. ഇവിടെ ചില്ലുമ്പോൾ നമ്മളൊന്നും എഴുതുകയോ വരയ്ക്കുകയോ ചെയ്തേക്കരുത്. അവിടെ നമുക്ക് ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. ബട്ട് എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ അവിടെ എഴുതിയിട്ടിട്ട് പോയില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇവിടെ വട്ടം വരച്ചിരിക്കുന്ന ഏരിയയിൽ നമുക്ക്
മാർത്തോമാ സ്ലീഹാൻ്റെ കാൽപാദകം കാണാവുന്നതാണ്. ഇപ്പം വർഷങ്ങൾ കഴിയുന്തോറും അതിൻ്റെ പാട് മാഞ്ഞ് ഒരു ഇത് കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ അവിടെ ഇവിടെയും കുരങ്ങന്മാർ ഓടിച്ചാടി നടക്കുന്നതൊക്കെ കാണാം. പിന്നെ കുരങ്ങന്മാർക്കും ഒന്നും കൊടുക്കാതിരിക്കുക, കാരണം നമ്മൾ എന്തെങ്കിലും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പിന്നാലെ ആയിരിക്കും വരുന്നത്. പിന്നെ നമുക്കതൊരു ഉപദ്രവമായിട്ട് മാറും. അപ്പം നമുക്ക് ഈ മലേൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ നക്ഷത്ര തടാകം, നമ്മുടെ നക്ഷത്ര തടാകം ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ആ തടാകം നമുക്ക് ഇവിടുന്ന് മുകളിൽ നിന്ന് കാണാവുന്നതാണ്. അപ്പം നമ്മൾ മുത്തപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പതിയൊന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങാണ് പതിയെ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം മുത്തപ്പൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. See you soon. Bye. മലകയറും ജനകോടികളിൽ അളവില്ലാതരുളും നിൻ വരദാന
ദുഃഖത്താൽ തിരതല്ലും മനവും